How do you feel now? Better, doctor. Let's wait. ആരെങ്കിലും വരാതിരിക്കില്ല. I still have hope. Hope. അങ്ങേരിങ്ങനെ ഡെസ്പറേറ്റ് ആകുന്നതാ കൂടുതൽ കുഴപ്പം. ബന്ധുക്കളാരും അന്വേഷിച്ച് വരാത്തത് നമ്മുടെ കുറ്റം. റെയർ ഗ്രൂപ്പ് ആണെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഇത് AB നെഗറ്റീവ്. ഡോണർ വന്നു. എവിടെ നിന്നെങ്കിലും ഡോണറെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. ആര്? ആ ഏജന്റ് ശാരംഗ് ധരൻ. തോപ്രാങ്കുടിയാന്ന് കൊടും കാട. ആനയെ കാട്ടുപോത്തൊക്കെ ഏറുമാടത്തെ നിന്ന് അപ്പൻ ഇറങ്ങിയപ്പോഴാ കാണുന്നേ. എന്നതാ ഒരു ഒന്നാം തരം ഒറ്റയാൻ നേരെ മുമ്പിൽ നിൽക്കുക. ട്രെഞ്ചിനപ്പുറത്ത് തീ കൊടുത്തിട്ടുണ്ട്. അപ്പനൊരു തീക്കൊള്ളി എടുത്തേച്ചും പറയുവാ, ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ നീ എന്ന്. രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി ഒരൊറ്റ നിപ്പ. കൊടുക്ക ആര് തോറ്റു? ഞാൻ തോറ്റു. ഒന്ന് നിർത്തണേ അവൻ്റെ ഒരു ഒടുക്കത്തെ കഥ. ഇയാൾ ആനയുടെ സൈഡാ, ബാക്കി പിന്നെ പറയാം. അപ്പൊ പറഞ്ഞതൊക്കെ മനസ്സിലായല്ല. ആരെങ്കിലും ചോദിച്ച സ്വന്തമായി ഇഷ്ടത്തിന് വന്നാന്ന് പറഞ്ഞേക്കണം. കാശിനാണെന്ന് ആരെങ്കിലും പറഞ്ഞ വണ്ടിക്കാശ് പോലും ഞാൻ തരില്ല. ഇടുക്കിക്ക് കമ്പത്തിലൊക്കെ പിറ്റാതെണ്ടി പോകേണ്ടി വരും. കേട്ടാ പന്നിയല്ലേ പന്നീർ ചെലവ. രൂപം കണ്ടി പറഞ്ഞതാണ്. ഉച്ചഭക്ഷണേ നിന്റെ സുനിയെടുത്ത് ഞാൻ തോട്ടിക്കളെ. ഇനി എല്ലാവരും ഒരു വരിയായിട്ട് പോട്ടെ. ചേർന്ന് പോ. പേര്? പാപ്പച്ചൻ. വയസ്സ്? 50. അഡ്രസ്? കാഞ്ഞിരത്തറ, പീരുമേട്, ഇടുക്കി ജില്ല. വണ്ടിയെ വെച്ച് പരിചയപ്പെട്ടതാ. നല്ല മനുഷ്യനാണ്. വിൽക്കുന്നതിന്റെ അപ്പനാണ്. പുള്ളി പറഞ്ഞതാ. എന്റെ പേര് പീലിപ്പോസ്. മൈക്കെന്നാ എല്ലാരും വിളിക്കുന്നത്. അപ്പന്റെ പേരും മൈക്കെന്നായിരുന്നു. അഡ്രസ്? വിരിപ്പിൽ മൈക്ക് സിറ്റി. അപ്പന്റെ പേരാ സിറ്റിക്ക്. തോപ്രാങ്കുടി, ഇടുക്കി ജില്ല. അപ്പനും വിട്ടുകൊടുത്തില്ല, ആനയും വിട്ടുകൊടുത്തില്ല. ഉടുക്ക ഒറ്റ അലർച്ച. അയ്യോ അല്ല, ഞാനാ. കുത്തുമ്പോ പറഞ്ഞിട്ട് കുത്തണ്ടേ സിത്തുവേ? ഉറങ്ങുവാന്നോ? ഉറങ്ങുമായിരുന്നേ ഉറങ്ങിക്കോ, ഞാൻ ശല്യപ്പെടുത്തുന്നില്ല. എന്നാ മുടിഞ്ഞ ചൂടാ. തോപ്രാങ്കുടി നിന്ന് വെളുപ്പിനെ കാല് കൊടുത്തതാ മോർണിംഗ് സ്റ്റാറിന്. നല്ല വെളുപ്പീരായിരുന്നു. 7 മണിയായപ്പോ മൂവാറ്റുപുഴ സ്റ്റാൻഡ് പിടിച്ചു. അതിരിക്കട്ടെ, എന്നാ വിടഞ്ഞതാ? എന്റെ പേര് പീലിപ്പോസ്. മൈക്കെന്നാ എല്ലാരും വിളിക്കുന്നേ. എന്റെ അപ്പന്റെ പേര് മൈക്കെന്നായിരുന്നു. സാറേ ഉറങ്ങുവാന്നേ ഉറങ്ങിച്ചോ, നമ്മളാരെയും ശല്യപ്പെടുത്തുന്നില്ല. ഇവിടെ വന്നേ പിന്നെ മുഴുവൻ സെറ്റപ്പ് പാട്ടാ. പിന്നെ നിർത്തി. ഇയാളുടെ പണി നോക്കാം. എന്നാ പിന്നെ താൻ അവരെ വെച്ചുണ്ടാക്കിയാ മതി, ഞാൻ പോകും. അയാൾ പോട്ടെ. വേറെ ഇരിക്കല്ലോ നൂറവന്മാര്. അയാൾ AB നെഗറ്റീവാ. മേനസാറിന്റെ ഗ്രൂപ്പാ. തള്ളേ ചതിച്ച. ഞാൻ എന്ത് പറഞ്ഞ അവനെ വിളിക്കും? സാറേ ദൈവാധീനോ? അല്ലേ പിന്നെ ഇയാളെ കിട്ടുവോ? 6 മാസത്തിനിടക്ക് ആദ്യത്തെ AB നെഗറ്റീവാന്നാ ഡോക്ടർ പറഞ്ഞേ. കാല് പിടി. ഇപ്പൊ എങ്ങനെയുണ്ട്? തോപ്രാങ്കുടിക്കാരന്റെ സെറ്റപ്പ് മനസ്സിലായടോ? ബ്രോക്കർ ഗുണാണ്ടേ. ഇപ്പൊ ശരിക്കും മനസ്സിലായി. അതെ, ഈ ഉച്ചഭക്ഷണം എവിടെ കൊണ്ട് താമസിപ്പിക്കും? 2 ദിവസം ഇവിടെ താമസിച്ച് അവരും പിടിച്ച് നമ്മളെ പുറത്താക്കും. അതിനല്ലേ നമ്മുടെ ഒറീസക്കാരിൽ ലേബർ ക്യാമ്പ്. 5 സ്റ്റാർ ഫെസിലിറ്റി അല്ലേ. വെള്ളത്തിന്റെ ശല്യമില്ല, വെളിച്ചത്തിന്റെ ശല്യമില്ല, രണ്ടുമില്ല. എന്തിന്? മേൽക്കൂരുടെ ശല്യം പോലുമില്ല. മേപ്പോട്ട് നോക്കിയാൽ സ്റ്റാർസുകൾ മാത്രം. കാശില്ലാതെ ഒപ്പിടാനോ? വേറെ വല്ല കാര്യമുണ്ടെ പറയണേ. കാശ് തീർച്ചയായിട്ടും തരും. തൽക്കാലം സിമ്പതിയുടെ പുറത്തൊപ്പിട്ടാ മതി. ആദ്യം പറഞ്ഞ് പത്രത്തിന്റെ പുറത്തൊപ്പിട്ടാ മതിയെന്ന്. ഇപ്പൊ ഞാൻ പറയുന്നത് സിമ്പതിയുടെ പുറത്തൊപ്പിടാൻ. അതെന്നാ പണിയത്? എടോ, സിമ്പതി എന്ന് വെച്ചാ ദയാവധം. എന്നാ വധമായാലും വേണ്ടില്ല, എനിക്ക് എന്താ കാശ് കിട്ടേച്ചാ മതി. കാശുണ്ട്. അതെ, മേനോ സാറിന്റെ കയ്യിൽ നിന്ന് ഹോസ്പിറ്റലുകാർ നിനക്കെന്നും പറഞ്ഞ് കുറേ പണം വാങ്ങിക്കും. അതിൽ നിന്ന് 2 ലക്ഷം രൂപ നിനക്ക് തരും.
അത്രേ ഉള്ളതാ. എന്ത് കിട്ടിയാലും മതി എന്ന് പറഞ്ഞിട്ട് 2 ലക്ഷം രൂപ വരെ. ആ ഉള്ളതാട്ടെ. കാശിന്റെ കാര്യം ഉച്ചാഭാഷണിയെ ഞാൻ പുറത്ത് പറഞ്ഞ ഞാനും നീയും ഈ ആശുപത്രിക്കാരും പഠന മകത്താ വല്ല ബാബു എന്ന ശശി എന്നൊക്കെ ഇല്ലാതെ എന്തൊട്ട് പേരത് ആരിട്ടാലെന്താ ഗ്യാസ് പോകുന്നത്. ആനക്ക് 2 പേര് ആനക്ക് തന്നെ ഒന്നും അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. എക്സ്ക്യൂസ് മീ സർ, ഇവിടെ ഐ എം അമിത. അതിന് അമിതമായിട്ടൊന്നും കാണുന്നില്ലല്ലോ. കുറച്ചുകൂടെ ചീപ്പായിട്ട് കിഡ്നി കൊടുക്കാൻ ആളുണ്ട് സർ. ദിസ് ഈസ് മൈ കാർഡ്. ഫോണിന്റെ സിം കാർഡാ? നോ, വിസിറ്റിംഗ് കാർഡ്. കുട്ടി ആരാ? ഞാനൊരു കിഡ്നി ഏജന്റ് ആണ് സർ. ചീപ്പ് ആൻഡ് ബെസ്റ്റ്. ഏത് ടൈപ്പ് വേണമെന്ന് പറഞ്ഞാൽ മതി. പോടെ ചീപ്പ് ആൻഡ് ബെസ്റ്റ്. ഒരു കിഡ്നിയുടെ വലിപ്പം പോലും ഇല്ലല്ലേ. പോടെ ബാക്കിയുള്ളവരുടെ കഞ്ഞൂടി മുട്ടിക്കാനായിട്ട്. ഞാൻ ഇവിടൊക്കെ തന്നെ കാണും. ജസ്റ്റ് റിമെമ്പർ. വേണ്ട, അത് പറഞ്ഞില്ലേ ഡിസംബറിൽ വരുള്ളൂ. എൻ്റെ വൃക്ക ദാനം ചെയ്യുന്നതിന് പരിപൂർണ സമ്മതം എല്ലാ ബോധത്തോടെയും നൽകുന്നു. വൃക്കദാനം ചെയ്യുന്നത് കൊണ്ടുള്ള അനന്തരഫലങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ വൃക്കദാനം ചെയ്യുന്നത് ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങിയല്ല, മറിച്ച് എൻ്റെ പൂർണ്ണ സമ്മതത്തോടുകൂടി ആണ്. ഇയാളുടെ ബന്ധുക്കളുടെ സമ്മതം വാങ്ങിക്കണ്ടേ ഡോക്ടർ? അതല്ലേ നിയമം? യെസ്, അങ്ങനെ കുറച്ചധികം ഫോർമാലിറ്റീസ് ഉണ്ട്. അതിനുള്ള ഏർപ്പാട് ഞങ്ങൾ ഉടനെ ചെയ്യും. കേട്ടോ ചാമിവര? അല്ല, അതിപ്പോ ബന്ധുക്കളായിട്ട് വലിയ സ്നേഹത്തിലാ. ഇയാളുടെ ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ സ്വന്തക്കാരെ പോലെയല്ല. ബന്ധത്തിൽപ്പെട്ട സ്വന്തം ബന്ധുക്കൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്വന്തമാണ് ബന്ധുക്കാരൻ. അത് ഞാൻ വിട്ടുപോയി. ഓക്കെ, ദെൻ വാട്ട് അബൌട്ട് ഹിസ് സ്റ്റേ? അത് നമ്മുടെ ലേബർ ക്യാമ്പിൽ നല്ല സൗകര്യം. വേണ്ട, ഞാൻ വേണേ വല്ല ബസ് സ്റ്റാൻഡിലും കിടന്നോളാം, എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് കുഴപ്പമുണ്ട്. ഇയാൾ ഇനി എവിടെ താമസിക്കുന്നത് ഞാൻ തീരുമാനിക്കും. അത് തൻ്റെ ആവശ്യമല്ല, എൻ്റെ ആവശ്യമാണ്. എന്റെ പള്ളി ഇതിന്റെ അകത്താന്നോ? വല്ല ഭൂകമ്പം വന്ന ഓടി പോലും കിട്ടത്തില്ലല്ലോ. ഇതാണ് ഫ്ലാറ്റ്. ഫ്ലാറ്റോ? ഞങ്ങളുടെ അവിടെയൊക്കെ വെള്ളം ഒടിച്ച് വഴി കിടക്കുന്നതിനാ ഫ്ലാറ്റ് എന്ന് പറയുന്നത്. ഒന്ന് മിണ്ടാണ്ടിരിക്കുക. വലിയ വലിയ ആൾക്കാർ താമസിക്കുന്ന സ്ഥലത്ത്. സോ വാച്ച് യുവർ വേർഡ്സ്. മനസ്സിലായില്ലേ? ഞാൻ കോണിപ്പടി അറിയാൻ നോക്കോളാം. സാർ എത്തേണ്ടതിന് മുമ്പ് ഞാൻ എത്തും. എന്നാ താനും കൂടി ചെല്ലേ. ഞങ്ങളുടെ മല കയറുന്ന ഇതൊക്കെ പുല്ല. മല കയറി ഒന്ന് പതുക്കെ. കഴിവേറി നിന്റെ അപ്പം നീ മണി അടിക്കല്ല. അവിടെ നിൽക്കണ്ട. ഞാനല്ലേ പഴത്തെ ഇതിലേതായിപ്പോ നമ്മള് ആ കേപ്പി എവിടെ? വരുന്നേ ഉള്ളൂ. വായും പദവെന്ന് കാണും. നീ എന്തിനാ പോത്തെ ആ കിളവന്റെ മണി അടിച്ചത്? വൃത്തികൾ പറയരുത്. അയ്യോ, ഭയങ്കര സെറ്റപ്പ് ആണല്ലോ. വരും. എന്റെ സാധനങ്ങൾ ഇവിടെ വെച്ചോളൂ. വൃത്തിയായിട്ട് സൂക്ഷിക്കുക. സെറ്റപ്പ് ഒക്കെ കൊള്ളാം. ഈ പെട്ടിക്കകത്ത് എങ്ങനെ കിടന്ന് ഉറങ്ങുന്നേ? ഞാൻ വല്ല വരാന്തേനും കിടന്നു പോവാം. സാറേ, ഒരു കള്ള ലക്ഷണമില്ലേ? ആർക്ക്? തനിക്കോ? എനിക്കല്ല, അവന്റെ മുഖത്ത്. ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലോ. ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട്. അങ്ങനെയുള്ളവരൊക്കെ ഇതിന് നിൽക്കുമോ? താൻ പോയി കഴിക്കാൻ വലുതും. ആദ്യം അയാൾക്ക് എന്താ വെച്ചാൽ ചോദിക്കുക. എടാ പോത്തെ, നിനക്കെന്താ കൊലച്ചോറ് വേണ്ടേ? അവനെവിടെ പോയി?
ദേ സാറേ, നിന്ന നിപ്പിൽ അവനെ കാണാനില്ല. ഉറങ്ങുവാന്നോ? അല്ല, ഉറങ്ങുവാന്നേ ഉറങ്ങിക്കുമെന്ന് പറയുമായിരുന്നു. താനാരാ? വീടിയാണോ? എന്താ കഞ്ചാവ് പിടിയാ? അല്ല, തെറുപ്പ് പിടിയാ. നല്ല സ്ട്രോങ്ങാ. വലിച്ചോ. ഞാൻ ആദ്യമായിട്ട് കാണുക. അത് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നോണ്ട് തോന്നുന്നതാ. ഓഹോ, തമാശക്കാരനാണല്ലേ? അല്ല, തോപ്രാംകുടിക്കാരനാണ്. കൃഷി വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഇവന്മാര് കൃഷിയെ പറ്റി പറയുന്നത് കേട്ടാ തോന്നുന്നു നിന്ന് നിപ്പി കാശുണ്ടാക്കുക. പാടുപെടുന്ന നമുക്കല്ലേ അറിയത്തുള്ളൂ. അതെന്നാണ് വേടാ? നിങ്ങളുടെ സ്ഥാപനങ്ങളും ഉത്പന്നങ്ങളും ജനശ്രദ്ധ ഇങ്ങനെ കുത്തിനിറച്ചു കൊണ്ടുപോയ പിള്ളേർ പഠിച്ച് വഴി വിടത്തില്ലോ. അവരെങ്ങനെ ഇറക്കിയാട്ടെ. അത്രേ പറ്റത്തുള്ളൂ. ഇത് മനുഷ്യ കുഞ്ഞുങ്ങളാ, കോഴിക്കുഞ്ഞുങ്ങളല്ല. പിള്ളേർ നീ എന്തിനാ വേണ്ടാത്ത പണിക്ക്? വേണ്ടാത്ത പണിയോ? അവന്റെ മുറ്റ് കണ്ടില്ലേ? പിള്ളേർ വഴി പഠിച്ച് വീണ അവനെന്നാ തിന്നാ? കള്ള മാർക്കില്ലാത്ത ദണ്ണം തനിക്ക് എന്തിനാണ്? വലത് കാലിൽ വെച്ച് കേറിയപ്പോഴേ എനിക്ക് തോന്നിയതാ, ദൈവമേ ഇവിടെ എവിടെ ചെന്ന് അവസാനിക്കോ എന്നാലോ നീ മിണ്ടരുത്. ഓ, ദൈവമേ, ജർമ്മൻ ഷെപ്പേർഡ് വന്നിട്ടുണ്ട്. എന്താ ഇവിടെ ഒരു ബഹളം? ആരാ ഒച്ച വെച്ച് സംസാരിച്ചേ? ഇതാരാ ഈ പട്ടിപിടുത്തക്കാരൻ? പട്ടിപിടുത്തക്കാരൻ? ഈ ഫ്ലാറ്റിന്റെ സെക്രട്ടറി എന്റെ മുഖത്ത് നോക്കി പട്ടിപിടുത്തക്കാരൻ എന്ന് പറയാൻ എങ്ങനെ എനിക്ക് ധൈര്യം വന്നു? ഞാൻ പട്ടിയുടെ മുഖത്ത് നോക്കിയല്ലയോ പറഞ്ഞത്? ഇപ്പൊ വിളിക്ക് പോണം. അങ്ങനെ ഇപ്പൊ വെളിയിൽ പോണെന്നൊക്കെ പറഞ്ഞാ നമുക്കൂടെ തോന്നണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ ഇറങ്ങണം. Get lost. Oh, Judy, don't run. Stop, Judy. ഓ, പട്ടി കാത്തു. എന്റെ കുട്ടിയെ, പട്ടിയെ കണ്ടോ? ജൂഡിയോ? ആ, ജൂഡിയെ കണ്ടോ? ആ, ഞാൻ കണ്ടു. എന്നിട്ട് എവിടെ? പറകൊച്ചേ. വാ. ഇത് നമ്മുടെ കിൻഡർഗാർട്ടൻ സ്കൂളില്ലേ? ജൂഡി ഇതിന്റെ അകത്തോട്ടാ കയറി പോകുന്ന കണ്ടേ. ഓഹോ, അക്ഷരം പഠിക്കാൻ. നോക്കട്ടെ. എന്റെ ബീഡിയില്ലോ. ജൂഡിയെ കണ്ടോ? ഡ്രാക്കുല വായിക്കാൻ പറ്റിയ പ്രായം. മക്കളെ, ജൂഡിയെ കണ്ടോ മക്കളെ? നാളെ സെക്രട്ടറി മീറ്റിംഗ് വിളിച്ചിരിക്കുക. എന്തൊക്കെ പുലിവാല ഉണ്ടാവാൻ പോകുന്നെന്ന് എനിക്കറിയില്ല. താനവിടെ എന്താ കാട്ടണേ? എനിക്ക് ഈ സാധനം ഒന്നും വയറ്റിപ്പിടിക്കില്ല. രണ്ടുള്ളി, ഒരു പച്ചമുളക്, ഇച്ചിരി വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ സംഗതി കുശാല. ആ നിലത്തൊക്കെ ഇരുന്ന് തനിക്കിവിടെ വൃത്തിയിലോട്ട് ഇരുന്നൂടെ? എനിക്കിതാ ശീലം. പട്ട് സാർ കുറച്ചുകൂടി മതിയോടോ? നല്ല ഒന്നാം തരം ചൈനീസാ. ഛർദിക്കാൻ വെറുതെ. അയ്യോ, ഈ വയ്യാത്ത സമയത്ത് വല്ല കഞ്ഞിയും കുടിക്കുന്നതാ നല്ലത്. ആര് പറഞ്ഞു വയ്യാന്ന്? ഇത് എന്നാ ഇത്? ഞങ്ങളുടെ ഇവിടെ ഇതിന് നാടവരെ എന്നാ പറയുന്നത്.
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഒച്ച ഒന്ന് കുറച്ചാൽ പ്രാർത്ഥിക്കാമായിരുന്നു. മച്ചാ, വോളിയം ഒന്ന് കുറയ്ക്കാൻ. ഈ ചേട്ടന് പ്രാർത്ഥിക്കണമെന്ന്. ഒറ്റയാൻ ഇങ്ങനെ നിൽക്കുക. അപ്പന്റെ കൂടെ പാമ്പ് പാപ്പനുണ്ട്, തൂവാല പാപ്പനുണ്ട്. അപ്പം കൈസറേന്ന് ഒറ്റ വിളിയാ. ആരായി കൈസർ? പട്ടി ഭയങ്കര ബുദ്ധിയാ. കൈസറ് കുറച്ചോണ്ട് മുന്നിൽ ചാടി, ആന പുറകെ. കൈസറ് ചോല ചാടി അക്കരെ കിടന്നു. ആന ചോല ചാടി അക്കരെ കിടന്നതും കൈസറ് കുറെ നിർത്തി വേറെ വഴി കൂടെ അപ്പന്റെ അടുത്തെത്തി. അപ്പൊ ആനയോ? ആന കാലത്തി പട്ടി അന്വേഷിച്ചോടെ കൊല്ലുക. അതുകൊള്ള അല്ല, ഒന്നാന്തരം തെറുപ്പൂടി ഉണ്ട്, വേണോ? ഒന്ന് പിടിപ്പിച്ച് നോക്ക്. എവിടെയാ താമസം? ഏറുപാടത്തിലാ. ഏറുപാടം? കാട്ടി വള്ളി മുളി, ഇവിടെ സിമന്റും കമ്പി. കാട്ടിലാണ് വന്യമൃഗങ്ങളെ പേടിക്കണം, ഇവിടെ മനുഷ്യമൃഗങ്ങളെ പേടിക്കണം. ഓടേട്ടാ, ഉടനെ സാർ അന്വേഷിക്കും. വലിയ വൃത്തിക്കാരനാ. ഇവിടെ വന്നൊന്നും കഴിക്കുന്നത് ഊളിക്കത്തിന് പിടിക്കത്തില്ല. ഒന്ന് വന്നേ, ഞാനും അങ്ങോട്ടാ. എന്റെ പേര് ഈ നമ്പറിൽ നിന്ന് ഇറക്കി. ഹലോ, അപ്പൊ ചേട്ടാ, ഞാനാ മൈക്ക്. നീ പറഞ്ഞ സമയം കഴിഞ്ഞു. ഇനി ഞാൻ അവിടെ കയറി താമസിക്കാൻ പോവാ. അയ്യോ ചതിക്കല അപ്പം ചേട്ടാ, ഒരു 2 ആഴ്ച കഴിഞ്ഞ മാസത്തെ പരസ്യം ചേർത്ത് ഞാനത് തന്നേക്കാം. ഓവാ ഓവാ. ഏത് കുരുത്തക്കെട്ട വേളാ കിട്ടും ഒരു ദിവസം എന്റെ കയ്യില്. ഇവിടെ ആരും ഇല്ലല്ലേ, അതാ ഈ ദേഷ്യം. ഇറങ്ങടാ പുറത്ത്. ഇതാരാ? അമ്മച്ചിയാന്നോ? പിള്ളാരൊക്കെ എവിടാ? പോടാ വെളിയില്. ഞാൻ പോയേക്കാം. അയലോക്ക് വല്ലേ വല്ലതും മിണ്ടിയും പറഞ്ഞിരിക്കാമെന്ന് വെച്ചപ്പോ അതിപ്പോ കുറ്റമായോ? ദരിദ്രവാസി. ദരിദ്രവാസിയല്ല, അയൽവാസി. ഓ ഡമോ. ആ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. ആ കയ്യിലിരിക്കട്ടെ, ഞാൻ ആവശ്യമുള്ളപ്പോ ചോദിച്ചോളാം. ഉവ്വ. എന്താ പേര്? മൈക്ക്. നല്ല പേര്. ആ എവിടാ വീട്? തോപ്രാംകുടി. തോപ്പാൻകുടിയിൽ എവിടെ? മൈക്ക് സിറ്റിയില്. ആ മൈക്ക് സെറ്റില്. മടത്തുമുറിക്കാരുടെ ഇപ്പുറത്ത്. ആ ഇപ്പുറത്ത് ആ വിരിപ്പില്. ആ വിരിപ്പില്. മൈക്ക് മത്തായിടെ. ആ മൈക്ക് മെത്തേഡ് ആരാന്ന് പറ. മോൻ. എന്റെ പൊന്നു മോനെ, എനിക്ക് അവിടെ ആരെയും പരിചയമില്ല, ഞാൻ അവിടെ അടുത്ത് വന്നിട്ടുമില്ല. ആ എന്റെ ബന്ധുവാണ് ഈ ദാസൻ. അന്ത്യകൂദാശക്ക് സമയമായോ എന്ന് അറിയാൻ വേണ്ടി വന്നതാ. അവന്മാർ കൊടുക്ക കൂതാശ. ഞാൻ ഇപ്പോഴൊന്നും ചാവത്തില്ല എന്ന് പറഞ്ഞേക്കെ. കൂദാശ കൊടുക്കുന്നു മക്കള്, ചാവത്തില്ല എന്ന് ദാസനും. അറിയോ, മക്കൾക്കെതിരായിട്ട് കേസ് കൊടുത്തിരിക്കുന്ന മഹാനായി നിൽക്കുന്നത്. എന്റെ സ്വത്ത് തിരിച്ചു തന്നില്ലെങ്കിൽ ഇനിയും ഞാൻ കേസ് കൊടുക്കും. ആ കുരുത്തക്കെട്ടവന്മാരോട് ചെന്ന് പറഞ്ഞേക്കെ. അല്ല അപ്പൊ പേരെന്താ പറഞ്ഞ? ആംപ്ലിഫയറോ? മൈക്ക്. ആ അല്ല, ശബ്ദവുമായിട്ട് ബന്ധപ്പെട്ടൊരു പേരാണ്, അതുകൊണ്ട് ചോദിച്ചതാ. വരട്ടെ. ഓ ലൗഡ് സ്പീക്കർ ഇവിടെ. അതാരാ? ഹലോ, ഇത് ആരാ ഇത്? ഹലോ, ഹലോ, പേരെന്നാ? എന്റെ പേര് ഏഞ്ചല. ലൗഡ് സ്പീക്കറിന്റെ പേരെന്താ? എന്റെ പേര് ആരാന്നാ? നിങ്ങളാരാ? ഞാൻ മൈക്ക്. അത് ശബ്ദം കേട്ടപ്പോഴേ തോന്നി. ശബ്ദം കേട്ടപ്പോ എന്നാ തോന്നിന്ന? ഒന്ന് പതുക്കെ, എനിക്ക് ഈ ഒച്ച കേൾക്കുന്നതേ അലർജിയാ. ഓ, കുറച്ച് വൈകി സാർ, IELTSന്റെ ക്ലാസ്സേ. മൈക്കേ, ഇത് ആനി. ഇവിടെ അടുത്ത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നേഴ്സാ. ഇടയ്ക്ക് ഇഞ്ചക്ഷൻ എടുക്കാനൊക്കെ വരുന്നതാ. ആനി, ഇത് മൈക്ക്. ശരിക്കുള്ള പേര് പീലിപ്പോസ് എന്നാ. എന്റെ അപ്പന്റെ പേര് മതി മതി മതി, ബാക്കി ഞാൻ പറഞ്ഞു.
സാറേ ബാക്കിയുള്ള കാര്യം പറയുമ്പോ ഞാൻ അതിന് വന്നാന്ന് പറയണ്ട. ആനി, മൈക്ക് എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ടാണ്. തോപ്രാങ്കടവിലാണ് വീട്. തോപ്രാങ്കടവിലല്ല, തോപ്രാംകുടി, മൈക്ക് സിറ്റി. ആ, മൈക്ക് സിറ്റി. ഡോണറെ കിട്ടിയെന്നറിഞ്ഞു. ആരാ? സാറിന്റെ റിലേറ്റീവ് തന്നെ? അല്ല, അത് കുറച്ച് ദൂരെയാ. ഒരു തമിഴനാ. സാറിന് ഭാഗ്യമുണ്ട്. ഊണ് കഴിഞ്ഞ് കഴിക്കേണ്ടതും രാത്രിയിലത്തേതും ഇതിൽ വേറെ വെച്ചിട്ടുണ്ട്. ഇന്ന് ഇത്തിരി നേരത്തെ പോണം. അമ്മച്ചിക്ക് നല്ല സുഖമില്ല. അമ്മച്ചിക്ക് എന്നാ പറഞ്ഞതാ? അല്ല, ചോദിച്ചെന്നേ ഉള്ളൂ. മൈക്കിന് എന്താ ജോലി? ഇപ്പൊ ജോലിയൊന്നുമില്ല, വെറുതെ ഇരിക്കുവാ. വെറുതെ ഇരുന്നാ ബോറടിക്കത്തില്ലേ? ബോറടിക്കുമ്പോ ഞാൻ വിശ്രമിക്കും. എനിക്ക് പണിയെടുക്കാതെ വെറുതെ ഇരുന്ന് വർത്താനം പറയുന്ന ആണുങ്ങളെ കാണുന്നതേ ദേഷ്യ. എനിക്കും അങ്ങനെ തന്നെ. എനിക്ക് ചെരുപ്പിട്ട് നടന്നുകൂടെ? ഇതാവുമ്പോ മണ്ണേറ്റ വിട്ടുന്നൊരു സുഖം കിട്ടും. ഞാൻ നല്ലപ്പോഴാ കടല് കാണുന്നത്. എന്നാ വിലയാ? അയ്യോ, ഒരു ഐസ് കൂട്ടാക്കി 10 രൂപയോ? അതൊന്നും വാങ്ങി തിന്നണ്ട. പിന്നെ വരാം. എന്റെ പേര് മൈക്കെന്നാ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ആമേൻ. ചോദിക്കേണ്ട കാര്യമില്ല, എന്നാലും ഇങ്ങനെയൊക്കെ പണം ഉണ്ടാക്കാൻ. എന്റെ സ്ഥലമായിരുന്നേ പോട്ടെന്ന് വെച്ചാൽ ഇത് അപ്പനായിട്ട് ഉണ്ടാക്കിയതാ. തന്നെയുമല്ല, ഉരുള് പൊട്ടിയ മലയിടിഞ്ഞ് വന്നപ്പോ അതിനടിയിൽപ്പെട്ട എന്റെ അപ്പൻ ചത്തു. എന്റെ അപ്പൻ അതിനടിയിൽ എവിടെ ഉണ്ട്? അത് പോവാന്ന് വെച്ചാ എനിക്ക് ജീവൻ പോകുന്നതിന് തുല്യോ. കാർഷിക വായ്പയാണ്. എന്നാ പിന്നെ എഴുതി തള്ളിയനെ. ഇത് കാട്ടിക്കുന്നതിന് അപ്പച്ചൻ ചേട്ടന്റെ കാശാ, ബ്ലേഡും അല്ല, അറുക്കവാളാ. എല്ലാ കൃഷിയും കൂടെ ഒന്നിച്ച് ചതിക്കുമെന്ന് ഞാൻ വിചാരിച്ചോ? കൃഷിക്കാർ 12 പേര് അപേക്ഷ പഠിച്ച് പടിയായത്. ചിലര് മുങ്ങി. മൈക്കിന് അതിലൊന്നും കിട്ടിയല്ല. Shit, എന്തൊരു ന്യൂസൻസാ. What the hell? What are idiots? കുലു 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 കുലു. ഏയ് വാച്ച്മാൻ, ആ റേഡിയോ ഓഫ് ചെയ്യ്. എന്നിട്ട് അയാളുടെ വോളിയം ഒന്ന് കുറയ്ക്കാൻ പറ. ആ വോളിയം വെച്ച് കുറച്ച് ഓമരാമാരോട് ലൈല 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 ഓഹോ ഹോ. ഒന്ന് മുങ്ങി കുളിക്കാനോ നന്നായിരുന്നേ. അതെന്നെ പണിയാ കാണിച്ചേ. എന്റെ റേഡിയോക്ക് എല്ലാവരും പറ്റിയില്ലെങ്കിലാ. പറ്റിയോ? ഒന്നും പറ്റിയില്ല, പാട്ട്